സെക്സ് എന്ന് പറയുന്ന ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ അൾട്ടിമേറ്റ് ആയ എയിം എന്ന് പറയുന്ന റീപ്രൊഡക്ഷനാണ്. അങ്ങനെ താങ്കൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? മലപ്പുറം ഭാഗത്തുണ്ടോ, കേരളത്തിലുണ്ടോ, ഇന്ത്യയിലുണ്ടോ? ആ ചോദ്യങ്ങളൊക്കെ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതൊന്നും ചോദിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ എന്തായിട്ട് എന്നെ പറയുന്നു അതായി അംഗീകരിച്ചാൽ മതി. നിങ്ങൾ അത് ബാധിക്കുന്നല്ലോ. ഒരു പെണ്ണും എങ്ങനെയാണ് ബന്ധപ്പെടുക, ഒരാണും ആണും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുക? മലം പുറത്തേക്ക് തള്ളാൻ പറ്റുന്ന രൂപത്തിൽ വൺ വേ ആയിക്കൊണ്ടാണ് അതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. പുരുഷ സ്വർഗാനുരാഗികൾ അങ്ങനെ ബന്ധപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ ഒരു സൈഡ് മാത്രം തുറക്കാൻ പറ്റുന്ന ഏനൽ സ്ഫിങ്ക്റ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, മറു സൈഡിൽ നിന്ന് അവർ ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവർ പാഡ് ഇട്ട് നടക്കേണ്ടുന്ന അവസ്ഥ. അതുകൊണ്ടാണ് ഈ പ്രകൃതി വിരുദ്ധം എന്ന് പറയുന്ന ടേം അവിടെയാണ് വരുന്നത്. ബയോളജിക്കലി ഇയാൾ മെയിലാണല്ലോ, പിന്നെ എങ്ങനെ ഫീമെയിൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുള്ള ചോദ്യം വരും. ഹ്യൂമൻ ഐഡന്റിഫൈ ആസ് എ ഡോഗ്. ചോദ്യം ആളുകൾ ചോദിക്കുന്നുണ്ട്. സെയിം സ്പീഷീസിലുള്ള ഒരാളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ അനദർ സ്പീഷീസിലുള്ള അവിടെയാണ് ബയോളജി വരുന്നത്. നിങ്ങൾ പെണ്ണാണെന്നോ ആണാണെന്നോ അതല്ലാത്ത എന്താണെന്നോ ഒക്കെ പറഞ്ഞോളി, പക്ഷേ XY ഉണ്ടെങ്കിൽ നിങ്ങളൊരു ആണാണ്. കുറെ ഫോബിയ, കുറെ ആളുകളെ അപരവൽക്കരിച്ചു, മനുഷ്യന്മാരല്ലാതാക്കി, ട്രാൻസ്ജെൻഡറുകളെ പരിഹസിച്ചുകൊണ്ട് PK ചാപ്പയടികൾ നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്ന മഹാപൊട്ടത്തായിക്കോട്ടെ, ആ പൊട്ടത്തിട്ട് അഡ്രസ് ചെയ്യുക. മറുഭാഗത്ത് വിളിച്ചത് റിയാസ് സലീം എന്ന് പറയുന്ന വ്യക്തിയാണ്. റിയാസ് സലീം വിളിച്ചു, അദ്ദേഹത്തിന്റെ ഡേറ്റ് കൺഫേം ചെയ്തു. പിന്നെ വരുന്നത് നമ്മൾ ആരും വിചാരിക്കുക പോലും ചെയ്യാത്ത രൂപത്തിലുള്ള ഇടപെടലുകളാണ്. ഈവൻ മിനിസ്ട്രി തലത്തിൽ നടക്കം എന്ത് ചെയ്യാണ്, ഇടപെടൽ വരുന്നു. ഡീനിനെ വിളിക്കുന്നു. കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ല. അതേപോലെ തന്നെയാണ് ഈ 24 ന്യൂസിന്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. ഇത് സാമൂഹ്യ വിരുദ്ധമാണ്. ഇത് അപ്ലൈ ചെയ്താൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായി പറയുന്ന ആളുകളുടെ കൂടെ ഇരിക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നതാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് കരിക്കുലം കമ്മിറ്റിയിലുള്ളത്. അവരെ മാത്രം ഏകപക്ഷീയമായി ഇൻക്ലൂഡ് ചെയ്യുകയും അത് ടെക്സ്റ്റ് ബുക്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. 9ാം ക്ലാസ്സിലുള്ള സാമൂഹ്യ ശാസ്ത്രത്തിലുള്ള ഒരു പാഠഭാഗമായിട്ട് തന്നെ അത് കൊടുക്കുക. അപ്പൊ ഇവിടെ എന്ത് ജനാധിപത്യം, പിന്നെ എന്തിനായിരുന്നു ചർച്ച നടത്തിയത്? അപ്പോൾ ഈ സെക്ച്വലിൽ തുടങ്ങുകയാണെങ്കിൽ ഹോമോസെക്ച്വാലിറ്റി ശരിക്കും, അല്ലെങ്കിൽ സെക്ച്വൽ ഓറിയന്റേഷൻ ശരിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ജെൻഡർ ഐഡന്റിറ്റിയെ സംബന്ധിച്ച്. ഇതിലേക്ക് വരികയാണെങ്കിൽ, ഹോമോസെക്ച്വാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ, സെക്ച്വൽ ഓറിയന്റേഷൻസിലേക്ക് വരികയാണെങ്കിൽ, ശരിക്കും ഒരു പുരുഷന് തന്റെ സ്വവർഗത്തോട് തന്നെ അട്രാക്ഷൻ തോന്നുക, അനുരാഗം തോന്നുക, സെക്ച്വൽ അട്രാക്ഷൻ തോന്നുക, ഇതൊക്കെ സ്വാഭാവികമാണോ ശരിക്കും? അതോ ഇതിൽ ഏതെങ്കിലും ഹോർമോണൽ ചേഞ്ചസിന്റെ ഒരു പ്രശ്നമായിട്ടാണോ താങ്കൾ കാണുന്നത്? ഇതിൽ സ്വാഭാവികമാണെന്ന് ചോദിച്ചാൽ എന്തർത്ഥത്തിലാണ് സ്വാഭാവികം എന്ന് ചോദിക്കുന്നത് എന്നുള്ളതാണ് ഇതിലൊരു ഏറ്റവും പ്രധാനം. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, ഒരു പുരുഷൻ വിവാഹേതരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്വാഭാവികമാണെന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ അത് ശരിയല്ല എന്നാണ്. അതായത് വിവാഹത്തിലൂടെ സ്വന്തം ഇണയോട് മാത്രമേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ലീഗലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അതൊരു പ്രശ്നമല്ല. അതെ. പക്ഷെ ആ ലീഗലി പ്രശ്നമില്ലാത്തൊരു കാര്യത്തോട് എനിക്ക് എന്തുണ്ട്, മോറലി വിയോജിപ്പുണ്ട്. അതുപോലെ ഹോമോസെക്ഷാലിറ്റിന്റെ വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ലീഗലി എന്തല്ല അതങ്ങനെ ചെയ്യാം. ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇടിച്ചു കയറാനോ അത് പാടില്ല എന്ന് പറയാനോ തടയാനോ ഞാൻ ആളല്ല, അല്ലെങ്കിൽ ആർക്കും അതിന് അവകാശമില്ല. പക്ഷെ അതിനോട് മോറലി എനിക്ക് എന്തുണ്ട്, വിയോജിപ്പുണ്ട്. ഏതുപോലെ ഇപ്പോൾ കള്ളുകുടി ഇന്ത്യയിലും ഓക്കെയാണ്, പുകവലി ഇന്ത്യയിലും ഓക്കെയാണ്, അത് മറ്റ് പൊതുസ്ഥലത്താവരുതെന്നേ ഉള്ളൂ. പക്ഷെ എനിക്കെന്ത് അഭിപ്രായമുണ്ട്, കള്ളുകുടി പാടില്ല, മോശമാണ് എന്ന അഭിപ്രായമുണ്ട്. അതിന്റെ മോറൽ പൊസിഷനാണ്. ലീഗൽ പൊസിഷൻ വേറെ, ലീഗാലിറ്റി വേറെ, മൊറാലിറ്റി വേറെ. അപ്പോൾ ലീഗലായി പൊതുവായി അംഗീകരിക്കപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഹോമോസെക്ഷൽ ആക്ടുകൾ അല്ലെങ്കിൽ അതല്ല ഉദ്ദേശിച്ചത്. അതായത് ലീഗലായിട്ട് അതിനെ അംഗീകരിക്കപ്പെടുന്നുണ്ട്, അത് നമുക്കറിയാം, വസ്തുതയാണ്. ഞാൻ ചോദിക്കുന്നത് അതിന്റെ സയന്റിഫിക് സൈഡാണ്. അതായത് അത് അങ്ങനെ തോന്നുന്നത് നോർമൽ ആണോ അബ്നോർമൽ ആണോ താങ്കൾ പഠനം? അപ്പം ഇതില് അവിടെ ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രകൃതം എന്താണ് എന്നുള്ളതാണ് അവിടെ വരിക. ഒരു സെക്സ് എന്ന് പറയുന്ന ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അൾട്ടിമേറ്റ് ആയ എയിം എന്ന് പറയുന്ന റീപ്രൊഡക്ഷനാണ്. എന്ന് വെച്ചാൽ സെക്സ് റീപ്രൊഡക്ഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല. അൾട്ടിമേറ്റ് എയിം അതുകൊണ്ട് സംഭവിക്കേണ്ട കാര്യം അതാണ്. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ മനുഷ്യകുലത്തിന്റെ തുടർച്ച എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നാച്ചുറലി സംഭവിക്കേണ്ടതാണ്. ഇതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ അൾട്ടിമേറ്റ് ആയ ഉദ്ദേശം ന്യൂട്രീഷനാണ്. നമുക്ക് അതിൽ നിന്നും, എന്നാൽ അതേ സമയത്ത് വെറും ന്യൂട്രീഷൻ മാത്രമേ നമ്മൾ ടേസ്റ്റിന് വേണ്ടി ഭക്ഷണം കഴിക്കും. അപ്പോൾ അതൊക്കെ സംഭവിക്കും. അതൊക്കെ അതിന്റെ സൈഡായിട്ട് സംഭവിക്കേണ്ടതാണ്. പക്ഷെ അൾട്ടിമേറ്റ് ആയി സംഭവിക്കേണ്ടത് ഇങ്ങനെയാണ്. പക്ഷേ ഹോമോസെക്ഷൽ ബന്ധങ്ങളിൽ അതിനുള്ള വകുപ്പില്ല. അപ്പം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ, അല്ലെങ്കിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ എന്തല്ല, ഒരു ആണും ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു ബയോളജിക്കൽ പൊസിഷൻ. ബയോളജിക്കലി അതിന് വഴിയില്ല. ബയോളജിക്കലി അത് എന്ത് വഴിയില്ല ചെയ്യുക. ഒരു പെണ്ണും എങ്ങനെയാണ് ബന്ധപ്പെടുക, ഒരാണും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുക, അതിനുള്ള ബയോളജിക്കലി എന്തില്ല, അതിന് വഴിയില്ല. പിന്നെ ചെയ്യുന്നത് എന്താ, ഏനൽ സെക്സ് എന്ന് പറയുന്ന കാര്യമാണ്. അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ എന്താണോ അതിന്റെ പർപ്പസ്, അതിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എയ്നസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബയോളജിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്നസിന്റെ അവസാനം ഒരു സ്ഫിങ്ക്റ്റർ ഉണ്ട്. ആ സ്ഫിങ്ക്റ്റർ എന്ന് വെച്ചാൽ ഏനസ് എന്തിനു വേണ്ടിയിട്ടാണ് മലം പുറത്തേക്ക് തള്ളാൻ പറ്റുന്ന രൂപത്തിൽ വൺ വേ ആയിക്കൊണ്ടാണ് അതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സൈഡേക്ക് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഏനൽ സ്ഫിങ്ക്റ്റർ.
ഇവിടെ ഈ പുരുഷ സ്വർഗാനുരാഗികൾ അങ്ങനെ ബന്ധപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ഒരു സൈഡ് മാത്രം തുറക്കാൻ പറ്റുന്ന ഏനൽ സ്ഫിങ്ക്റ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, മറു സൈഡിൽ നിന്ന് അവർ ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സംഭവിക്കുന്നത് ഈ ഏനൽ സ്ഫിങ്ക്റ്റർ ലൂസ് ആവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക വെച്ചാൽ ഏനൽ ഇൻകോണ്ടിനൻസി എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ തന്നെ മനസ്സിലാവും ഏനൽ ഇൻകോണ്ടിനൻസി ഇത്തരത്തിലുള്ള ഹോമോസെക്ഷൽസിൽ വളരെ വ്യാപകമാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക വെച്ചാൽ സ്വാഭാവികമായും അതിൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യാതാവും. എന്ന് വെച്ചാൽ നമുക്കൊക്കെ ബാത്റൂമിൽ പോകാൻ തോന്നും, പക്ഷെ അത് നമ്മൾ കൺട്രോൾ ചെയ്ത് എപ്പോഴാണോ ബാത്റൂമിൽ എത്തുന്നത് ആ സമയത്താണ് നമ്മളിത് ചെയ്യുക. പക്ഷെ അതിന് ഇവർക്ക് പറ്റില്ല, ഇവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവർ പാഡ് ഇട്ട് നടക്കേണ്ടുന്ന അവസ്ഥ ഈ ആളുകൾക്ക് ഉണ്ടാവുന്നു. ഇത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പർപ്പസിന് വിരുദ്ധമായൊരു കാര്യമാണ് അവിടെ ചെയ്തത്. ഇതിനാണ് നമ്മൾ പല ആൾക്കാരും ഈ സ്വർഗരതി പ്രകൃതി വിരുദ്ധം എന്നൊക്കെ പറയും. അപ്പോൾ തിരിച്ചു ചോദിക്കും, ആരാണ് ഈ പ്രകൃതി നിശ്ചയിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ ഓരോ കാര്യത്തിനും അതിൻ്റെതായ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത്. ലൈംഗിക ബന്ധത്തിന് ഒരു പർപ്പസ് ഉണ്ട്, ആ പർപ്പസ് അല്ല ഇവിടെ ഉള്ളത്. എയിനസിന് ഒരു പർപ്പസ് ഉണ്ട്, അതല്ല ഇവിടെ മീറ്റ് ചെയ്യുന്നത്, അതിന് വിരുദ്ധമായിട്ടാണ്. അതുകൊണ്ടാണ് ഈ പ്രകൃതി വിരുദ്ധം എന്ന് പറയുന്ന ടേം അവിടെയാണ് വരുന്നത്. അല്ലാതെ ഇവര് പ്രകൃതിയിലില്ലാത്തവരോ അവർ ഒഴിവാക്കപ്പെടേണ്ടവരോ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അതിന്റെ പർപ്പസ് എന്തിനാണോ ബയോളജിക്കലി അതിന്റെ പർപ്പസ് എന്താണോ അതിന് വിരുദ്ധമായിട്ടാണ് ഈ പ്രവൃത്തി നടക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ പ്രകൃതി വിരുദ്ധം എന്ന് ചില ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് കുറെ കേട്ട ആളുകൾ പ്രകടിപ്പിക്കുന്ന ഒരു സംശയം ഉണ്ട് ഇതിൽ. അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു ഹോർമോണൽ ചേഞ്ച് ആണല്ലോ. അതായത് എന്നിലെ പുരുഷന് മറ്റൊരു പുരുഷനോട് തോന്നുന്ന അട്രാക്ഷൻ ഏതെങ്കിലും തരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു എന്താ പറയുക വേറൊരു ഹോർമോൺ ട്രീറ്റ്മെന്റ് കൊണ്ട് ശരിയാക്കാൻ പറ്റുമോ? പക്ഷെ അപ്പോഴൊക്കെയും ഈ കൺവേർഷൻ തെറാപ്പി പോലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയും നിരോധിച്ച ഒരു രാജ്യത്താണ് അല്ലെങ്കിൽ ഒരു ലോകത്താണ് നമ്മളുള്ളത്. അപ്പോൾ എന്താണ് ഇതിന് ശരിക്കും ഒരു പരിഹാരമായിട്ടുള്ളത്? ഇതിൽ പരിഹാരം എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ആ പരിഹാരത്തിന് ഞാൻ നേരത്തെ പറഞ്ഞത് സംഭവിക്കേണ്ടത് വളരെ അൺബയസ്ഡ് ആയിട്ടുള്ള പഠനമാണ്. ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്, ശരിയാണ്. ഈ ഒരു ഇഷ്യൂ പ്രശ്നം ദർ ഇസ് എൻ ഇഷ്യൂ. ആ ഇഷ്യൂവിന് ഓക്കെ ചില ആൾക്കാർക്ക് അത് അങ്ങനെ തന്നെ നടക്കണം എന്നുള്ളവർ അങ്ങനെ പോയിക്കോട്ടെ. അതല്ല, മറിച്ച് വേണം എന്ന് ആഗ്രഹിക്കുന്നുള്ള അവർക്കുള്ള സാധ്യത എന്താണ് എന്ന് പഠിക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. അതാണ് പിന്നെ ഡോക്ടർ മിഷേൽ എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം യൂറോപ്പിലൊക്കെ ഈ പറഞ്ഞ രൂപത്തിൽ ക്ലിനിക്ക് തുടങ്ങിക്കൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഗേ ആയിരുന്നു. അദ്ദേഹം തിരിച്ച് മാറുകയും മറ്റുള്ളവർക്ക് അത് മാറ്റാനുള്ള ക്ലിനിക്ക് തുടങ്ങുകയും ഒരുപാട് ആളുകൾ അങ്ങനെ മാറ്റുകയും യൂറോപ്പിലൊക്കെ നമുക്ക് എക്സ് ഗേ കമ്മ്യൂണിറ്റീസിനെ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഇത് മാറുന്നുണ്ട് തന്നെ അതിൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ശരിയാണ്, അങ്ങനെ അതിൻ്റെ പേരിൽ ചില വളരെ ക്രൂരമായ പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. എല്ലാ കാര്യത്തിൻ്റെയിലും ഒരു എക്സെപ്ഷൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ പേരിൽ എന്ത് ചെയ്യാണ്, ഇത് മൊത്തം തടയാണ്. നമ്മൾ പറയുന്നത് ശരി, ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റുകളിലോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള പരിഹാര ശ്രമങ്ങളിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ അത് തടഞ്ഞ് അത് മറ്റു വഴികൾ അന്വേഷിച്ചുകൂടെ? പക്ഷേ മറ്റു വഴികളൊന്നും അന്വേഷിക്കാൻ വിടാതെ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളെ തടയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു ഗേ ആയിരുന്നു, എയ്ഡ്സ് പേഷ്യൻ്റാണ്. അപ്പോൾ എയ്ഡ്സ് പേഷ്യൻ്റ് ഇപ്പോഴും എയ്ഡ്സ് പേഷ്യൻ്റാണ്, പക്ഷെ മരുന്നുകൾ കൊണ്ട് അങ്ങനെ പോവാണ്. അദ്ദേഹം ഇപ്പോൾ ഭാര്യയും കുട്ടികളുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ് വെച്ചാൽ, ഇവിടെ മുമ്പൊക്കെ എന്താ സംഭവിക്കുക വെച്ചാൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ ഈ ഹോർമോണുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ എടുത്തിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ജസ്റ്റ് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഡോക്ടേഴ്സിനെ സമീപിച്ചാൽ, എൻഡോക്രൈനോളജിസ്റ്റിനെ സമീപിച്ചാൽ അവർക്ക് പേടിയാണ്. ഇതെങ്ങനെ ഞങ്ങൾ ഈ ഒരു വിഷയമാണെന്ന് പറഞ്ഞിട്ട് അത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും കേസ് കൊടുത്താൽ ഞങ്ങളുടെ ജോലി പോകും. അതുകൊണ്ട് ഡോക്ടേഴ്സ് ആ വിഷയം തൊടാൻ പേടിക്കാൻ, കൗൺസിലേഴ്സ് ആ വിഷയം തൊടാൻ പേടിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇവർക്കുള്ള പരിഹാര ശ്രമങ്ങൾ മൊത്തം ഈ LGBT ആക്ടിവിസം തടഞ്ഞ് അതിനില്ലാതാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കുക, ഈ പറഞ്ഞ ആളുകളെ തന്നെയാണ് ഇത് ബാധിക്കുന്നത്. ഈ ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള, എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സുഹൃത്തിനെ പോലെയുള്ള ആളുകൾ, അവർക്ക് എന്ത് ചെയ്യണം, അല്ലാത്ത രൂപത്തിൽ ജീവിക്കാനാണ് അവർക്ക് ആഗ്രഹം. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കെങ്കിലും അതിനുള്ള ഒരു വഴി ഉണ്ടായിക്കൂടെ? അതെന്തിനാണ് തടയുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഫാസിസം പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നിയമത്തിലും അതുപോലെ തന്നെ എല്ലാ സംഘടനകളിലൊക്കെ ഞങ്ങൾ ഇതാണ് തീരുമാനിച്ചത്, ഹോമോസെക്ഷലിന് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല, അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ തീരുമാനിച്ചത്? അത് ഞങ്ങൾ തീരുമാനിച്ചു. അത് പഠിക്കാൻ പറ്റില്ല, പറ്റുമോ നോക്കാൻ പറ്റൂല. അതിന് പഠനങ്ങൾ എന്തെങ്കിലും ഉണ്ട്? അതായത് ഇപ്പോൾ ഇവര് വാദിക്കുന്നത് ശരിക്കും അത് ജന്മന ഉള്ളതാണ്, അതായത് സെക്സ് പോലെ തന്നെയാണ് ഉള്ളിലുള്ള പിന്നുള്ളത് കൺസേൺ ഈ പറയുന്ന ജെൻഡർ ഫ്ലൂയിഡിറ്റിയിലാണ് ശരിക്കും, അല്ലെ? അപ്പോ ഇതിന്റെ ജീനിലുണ്ട് എന്നുള്ള ഒരു വലിയൊരു ഭയങ്കര ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു. ഗേ ജീൻ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞുള്ളത്. പക്ഷെ അത് 1991 തോന്നുന്നു ആ പഠനം. 94 5 ആകുമ്പോഴേക്ക് ആ പഠനം പോയിട്ടുണ്ട്. ടെസ്റ്റുകൾ നടത്താതായി. അല്ല, ഗേ ജീൻ കണ്ടെത്തി എന്നുള്ള ആ പഠനം തള്ളിപ്പോയി. എന്നിട്ട്
2007-ഓ 2009-ഓ ആണെന്നാണ് എൻ്റെ ഓർമ്മ, വളരെ മാസീവ് ആയിട്ടുള്ള ഒരു പഠനം നടന്നു. എന്നിട്ട് വളരെ കൃത്യമായി ഔട്ട്റൈറ്റ് ആയിട്ട് അതിന്റെ റിസൾട്ട് വന്നത് ദർ ഈസ് നോ സിംഗിൾ ഗേ ജീൻ. ഒരു സിംഗിൾ ആയിട്ടുള്ള ഗേ ജീൻ ഇല്ല. ഒരു ജീനിന്റെ പേരിലല്ല ഒരാൾ ഹോമോസെക്ഷൽ ആകുന്നത്. നമ്മളിപ്പോൾ പൊതുവേ തന്നെ ഈ ജനറ്റിക് ഡിറ്റർമിനിസം എന്നാണ് ഇതിന് പറയാം. ഒരു ജീൻ ഉണ്ടെങ്കിൽ ഒരാൾ ഹോമോസെക്ഷൽ ആവുക, ഒരാൾ അങ്ങനെ ആവുക, അങ്ങനെ ഒരു സംഭവം ഇപ്പം ബയോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം അതിന് ജനറ്റിക് ഡിറ്റർമിനിസം എന്നാണ് പറയുക. ഒരാളുടെ ബിഹേവിയറും അയാളുടെ ഓറിയന്റേഷൻസും ഒക്കെ നിശ്ചയിക്കുന്നത് ജനറ്റിക് ആൻഡ് എപ്പിജനറ്റിക് ഫാക്ടേഴ്സ് കൊണ്ടാണെന്നാണ് നമ്മൾ പറയാം. അപ്പോൾ അത് ഒറ്റ ജീൻ കൊണ്ട് ഒരാൾ അങ്ങനെ ആവുക എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഇപ്പോഴില്ല. അപ്പോൾ അത് ശാസ്ത്രം തള്ളിപ്പോയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ കുറച്ചും കൂടിയൊക്കെ എന്താ പറയുക 21-ാം നൂറ്റാണ്ടിലേക്ക് വരിക പൊതുവെ പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് ശരിക്കും. ഇപ്പോൾ റിയാസ് സലീമിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടിരുന്നു. അതിന് മുമ്പ് നമ്മളൊക്കെ ഇൻസ്റ്റ ഫീൽഡിൽ നമ്മുടെയൊക്കെ വന്നതാണ്. ഒരു എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആളുകളാണെന്ന് തോന്നുന്നുണ്ട്, സ്കൂളുകളിലൊക്കെ പോയിട്ട് അഭിപ്രായം ചോദിക്കുള്ളൂ ഈ വിഷയത്തിൽ. അപ്പോൾ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, ചെന്നായായിട്ടും വോൾഫായിട്ടും ഡോഗായിട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകളുണ്ട്, അവർ വന്ന് നമ്മളെ നശിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആളുകളെയും നമ്മൾ ജെൻഡർ ഐഡന്റിറ്റിയുടെ ബേസിൽ അംഗീകരിച്ച് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നു. ഈ ചോദ്യം തന്നെ ഒരു ഇന്റർവ്യൂവിൽ റിയാസ് സലീമിനോട് ചോദിക്കപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങനെ താങ്കൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? മലപ്പുറം ഭാഗത്തുണ്ടോ, കേരളത്തിലുണ്ടോ, ഇന്ത്യയിലുണ്ടോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ള തരത്തിലാണ് ആ ഒരു ചോദ്യത്തെ അദ്ദേഹം സമീപിക്കുന്നത്. ശരിക്കും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഡോഗായിട്ട്. പക്ഷെ അത് തന്നെ നമ്മൾ അതിനെ റിസർച്ച് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു വിഭാഗം ആളുകളാണ്, ഒരിക്കലും ഒരു ഐഡന്റിറ്റി അല്ല എന്നുള്ളത്. ശരിക്കും എന്താണത്? അത് ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണത്. എന്ന് വെച്ചാൽ ഈ ജെൻഡർ ഐഡന്റിറ്റിയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജെൻഡർ പൊളിറ്റിക്സിന്റെ അടിസ്ഥാനം എന്താ? ഒരാൾ എന്തായി സ്വയം പറയുന്നു അതാണ് അയാൾ, അത് വേറൊരാളും ഇടപെടേണ്ടതില്ല. അപ്പൊ ഞാൻ എന്തായിട്ട് എന്നെ പറയുന്നു അതായി അംഗീകരിച്ചാൽ മതി, നിങ്ങൾ അത് ബാധിക്കുന്നല്ലോ എന്നാണ് അതിന്റെ. അപ്പൊ ആ ചോദ്യം ഇവര് എന്തിലാണ് ഒതുക്കാൻ നോക്കുന്നത്? ആണ് പെണ്ണ് എന്നുള്ള ഐഡന്റിറ്റിയിലാണ്, അതായത് ജെൻഡർ ഐഡന്റിറ്റിയിലാണ് ഇവരെ ഒതുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ ലോജിക് ഇവരെ ഒതുക്കാൻ ശ്രമിച്ചിടത്ത് നിൽക്കണമെന്നില്ലല്ലോ. ശരിയാണ്, ഇവിടെയുള്ള LGBT-ക്കാർക്ക് ഇങ്ങനെ നായും പട്ടിയായിട്ട് നടക്കുന്ന അത് ഇവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല. പക്ഷേ ഒരു ലോജിക്ക്, ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോന്ന് പറയുന്ന മാതിരി ഒരു ലോജിക്ക് നമ്മൾ സമൂഹത്തിലേക്ക് അപ്ലൈ ചെയ്താൽ അതിനെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ ചിന്തിക്കും. അതുകൊണ്ടാണ് യൂറോപ്പിൽ എന്ത് ചെയ്തത്? ഓക്കെ, അവിടെ ആദ്യം ആണ് പെണ്ണായിട്ടൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്തത്. കുറച്ചും കൂടി മുന്നോട്ട് ഇപ്പോൾ ആൾക്കാർ തോന്നി ശരി ആണും പെണ്ണായിട്ട് മാത്രം എന്തിനാ? കുറച്ച് കഴിഞ്ഞപ്പം ഈ ട്രാൻസ് റേഷ്യലുകൾ ഉണ്ടായി. ഓക്കെ, അതായത് പൂർണ്ണമായും വെളുത്ത വർഗ്ഗക്കാരനായിട്ട് ഞാൻ ഐഡന്റിഫൈ ആസ് എ ബ്ലാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് റേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്തെങ്കിലും എതിർക്കാൻ പറ്റുമോ? അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, അയാൾ വെളുത്ത വർഗ്ഗക്കാരനാണല്ലോ, എന്നിട്ട് എങ്ങനെ ബയോളജിക്കലി അയാൾ ഇങ്ങനെയാണല്ലോ എന്ന് ചോദിക്കാം. പക്ഷെ അതേ ചോദ്യം ഇപ്പുറത്തും വരും, ബയോളജിക്കലി ഇയാൾ മെയിൽ ആണല്ലോ, പിന്നെ എങ്ങനെ ഫീമെയിൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുള്ള ചോദ്യം വരും. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതൊന്നും ചോദിക്കാൻ പാടില്ല. ഒരാൾ ഐഡന്റിഫൈ ചെയ്താൽ പിന്നെ നോ ക്വസ്റ്റ്യൻസ്, പിന്നെ ബയോളജി അതൊന്നും ചോദിക്കാൻ പാടില്ല. അയാൾ എന്തായി ഐഡന്റിഫൈ ചെയ്യുന്നോ അതായിട്ട് അവർ അംഗീകരിക്കണം. ഈ ഇതെന്ത് വന്നു? റേസിലേക്ക് വന്നു. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഓക്കെ, റേസ് മാത്രമല്ല, നമ്മളെന്തിനാ ഇപ്പം മനുഷ്യന്മാരായിട്ട് തന്നെ നോക്കുന്നത്? നമുക്ക് ഇപ്പോൾ ഈ നായായിട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരാൾ, അയാളുടെ വീഡിയോ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഈ പപ്പീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നായകൾ എന്ന് പറയുന്നത് വളരെ ക്യൂട്ടാണ്, എവറിബഡി ലവ്സ് ദം, എല്ലാവരും അവരെ ഇഷ്ടപ്പെടുന്നു. എങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ആ ഇഷ്ടപ്പെടുന്ന ആ നായയായിട്ട് എനിക്ക് സ്വയം മാറണം എന്ന് പറഞ്ഞ് അയാൾ എന്ത് ചെയ്യണം? അത്തരത്തിലുള്ള മാനറിസത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും മാറുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്തടിസ്ഥാനത്തിൽ എതിർക്കുക? ഡിസോർഡർ എന്ന് വിളിക്കും. ഞാൻ ചോദിക്കുന്നത് ആ ലോജിക്ക് എന്താണ്? എന്ത് ലോജിക്കില്ല നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ഓക്കെ, നമ്മൾ ഈ LGBT ബാക്കിയൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് പ്യുവർ ലോജിക്ക്, നമുക്ക് താങ്കൾ ഒരു ഹ്യൂമൺ ആണ്, താങ്കളുടെ ക്രോമസോം നോക്കിയാൽ താങ്കൾ ഒരു ഹ്യൂമൺ ആണ്, അപ്പിയറൻസ് നോക്കിയാൽ ഹ്യൂമൺ ആണ്, അപ്പോൾ പിന്നെ താങ്കൾ ഡോഗ് ആണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ എന്ത് ചെയ്യും? ഈ ലോജിക്ക് മറ്റിടത്തേക്കും വരും. താങ്കളുടെ ക്രോമസോം നോക്കിയാൽ ആണാണ്, അപ്പിയറൻസ് നോക്കിയാൽ ആണാണ്, ലൈംഗിക അവയവങ്ങൾ നോക്കിയാൽ ആണാണ്, അപ്പൊ പിന്നെ പെണ്ണാണെന്ന് പറയുന്നത് എന്താ അർത്ഥം എന്നുള്ളത് ചോദ്യം അവിടേക്ക് വരും. അപ്പൊ അത് വരാൻ പറ്റൂല. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രശ്നം. ലോജിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യണം, അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ എവിടെ അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോ ഈ ജെൻഡർ പൊളിറ്റിക്സുകാർ പറയുന്നത് നിങ്ങൾ ബയോളജി നോക്കാൻ പാടില്ല, ശാസ്ത്രം നോക്കാൻ പാടില്ല, ഒരാൾ എന്തായി ഐഡന്റിഫൈ ചെയ്യുന്നോ അതായി അംഗീകരിക്കുക. ശരി, ഹ്യൂമൻ ഐഡന്റിഫൈ ആസ് എ ഡോഗ്. ഇത് ഇദ്ദേഹം ചോദിച്ചെന്താ വെച്ചാൽ എവിടെയാണ് അതുള്ളത്? മലപ്പുറത്തുണ്ടോ? മലപ്പുറത്ത് പുരോഗമനം എത്തിയിട്ടില്ല. എത്തിയ സ്ഥലങ്ങളിൽ അതുണ്ട്. ഇപ്പൊ UK-യിൽ ഈ പറഞ്ഞ രൂപത്തിൽ പട്ടികളായി ഐഡന്റിഫൈ ചെയ്യുന്ന 10,000-ഓളം ആളുകളുണ്ട് അവരുടെ ഓൺലൈൻ കമ്മ്യൂണിറ്റിയിൽ എന്നാണ് പറഞ്ഞത്. 10,000-ഓളം ആളുകൾ. അതേപോലെ തന്നെ സ്വീഡനിലാണെന്നെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു, ഈ പട്ടികളായി ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകൾ അവരുടെ സമരം. അപ്പോൾ അവര് കുത്തിയിരുന്ന് പിന്നെ എന്താ പറയാ ബാർക്ക് ചെയ്യാണ്. അപ്പോൾ ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ശരിയാണ്, മലപ്പുറത്തില്ല, മലപ്പുറത്ത് ഈ പറഞ്ഞ പുരോഗമനം അവിടെ എത്തിയിട്ടില്ല. എത്തിയ സ്ഥലങ്ങളിൽ എന്തുണ്ട്? ഇതുണ്ട്. അപ്പോൾ ഇത് എവിടെയും ഇല്ല എന്നാണ് പറയുന്നുണ്ടെങ്കിൽ അത് പച്ചയായ യാഥാർത്ഥ്യ വിരുദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഉണ്ട്, അത്
പല സ്ഥലങ്ങളിൽ യൂറോപ്പിലൊക്കെ ഈ പറഞ്ഞ ജെൻഡർ പൊളിറ്റിക്സ് വേരോടിയ സ്ഥലങ്ങളിൽ പട്ടിയായും പൂച്ചയായും വോൾഫായിട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് നിങ്ങൾ മനുഷ്യരാണല്ലോ എന്ന് ചോദിച്ചാൽ അതൊന്നും ബയോളജി നോക്കണ്ട, ഞങ്ങൾ എന്തായി ഐഡന്റിഫൈ ചെയ്യുന്നു അതായിട്ട് കൺസിഡർ ചെയ്യാൻ മതി എന്നുള്ളതാണ് അവരുടെ ഇൻഡക്കിൻസ് അവരുടെ ഒരു വാദം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈ മെഡിക്കൽ അസോസിയേഷന്റെ നിലപാട് എന്താണ് ഇതിൽ? ഇങ്ങനെ ഒരു ഡോഗ് ആയിട്ട് ഐഡന്റിഫൈ ആസ് ഡോഗ് എന്ന് പറഞ്ഞാൽ അത് ജെൻഡർ ഐഡന്റിറ്റി ആയിട്ട് മെഡിക്കൽ ടേംസ് കാണുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ത് ചെയ്തിട്ടില്ല, അവർ ആ രൂപത്തിൽ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ചിലപ്പോൾ അതുകൊണ്ടാവാം, ചിലപ്പോൾ റിയാസ് സലീം അങ്ങനെ പറഞ്ഞു ആയിരിക്കാം. അപ്പോൾ പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ മുമ്പ് ഇവരെന്താണോ പറഞ്ഞത് ഞങ്ങൾ മാർജിനലൈസ്ഡ് ആണ്, ഞങ്ങൾ ആരെയും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ അതേ വാദമാണ് ഇപ്പൊ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, നിങ്ങൾക്ക് ആണിനെ പെണ്ണായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ മനുഷ്യനെ പട്ടിയായിട്ട് അംഗീകരിച്ചാൽ എന്താ എന്നുള്ള ചോദ്യമാണ് അവിടെ വേറൊരു ചോദ്യം ആളുകൾ ചോദിക്കുന്നുണ്ട്. സെയിം സ്പീഷീസിലുള്ള ഒരാളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ അനദർ സ്പീഷീസിലുള്ള അവിടെയാണ് ബയോളജി വരുന്നത്. ഓക്കെ, ഇഫ് യു ആർ കൺസിഡറിങ് ബയോളജി എന്ത് ചെയ്യണം, സ്പീഷീസ് മാത്രമല്ല എല്ലാം കൺസിഡർ ചെയ്യണം. ക്രോമസോം നോക്കിയാൽ XY ഉള്ള ഒരാളെ ഫീമെയിൽ എന്ന് വിളിക്കാൻ പറ്റൂല. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രശ്നം. നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ എടുത്തിട്ട് ഒരാളുടെ ഐഡന്റിറ്റി അംഗീകരിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ XY ഉള്ള ഒരാളെ ആണായിട്ട് അംഗീകരിക്കേണ്ടി വരും. അതല്ല, ഒബ്ജക്റ്റീവ് ക്രൈറ്റീരിയ ഒന്നും വേണ്ട, ഒരാൾ എന്തായി ഐഡന്റിഫൈ ചെയ്യുന്നത് മാത്രമാണ് മാനദണ്ഡം എന്നുണ്ടെങ്കിൽ എന്തായിട്ടും ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പം ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക. ഞങ്ങളതാ പറയുന്നത്, ഞങ്ങൾ പറയുന്നത് എന്തായി ഐഡന്റിഫൈ ചെയ്യുന്നുള്ളതൊക്കെ അതൊക്കെ അവരുടെ ഓരോരോ കാര്യം. പക്ഷെ കൃത്യമായി ഒബ്ജക്റ്റീവായിട്ട് എന്തോ ഉള്ളത് അതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ പെണ്ണാണെന്നോ ആണാണെന്നോ അതല്ലാത്ത എന്താണെന്നോ ഒക്കെ പറഞ്ഞോളി, പക്ഷെ XY ഉണ്ടെങ്കിൽ നിങ്ങളൊരു ആണാണ്, അതേപോലെ XX ഉണ്ടെങ്കിൽ നിങ്ങളൊരു പെണ്ണാണ്. അതൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തോട് പുറംതിരിഞ്ഞ് എന്തായി തോന്നുന്നു എന്നുള്ളതാണ് മാനദണ്ഡമാക്കുന്നുണ്ടെങ്കിൽ എവിടേക്കും അത് എക്സ്റ്റെൻഡ് ചെയ്യാം. ആ ലോജിക്ക് എത്ര വേണമെങ്കിലും വലിച്ചു നീട്ടാം. ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ ഈ സംവാദങ്ങൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞതും അതിന്റെ തുടക്കമൊക്കെ സംസാരിച്ചത് അതാണല്ലോ. അതായത് രണ്ട് ആശയങ്ങൾ തമ്മിൽ ആശയപരമായ യുദ്ധം ഉണ്ടാവട്ടെ, അല്ലെ? അങ്ങനെ തമ്മിൽ സംവദിക്കട്ടെ. അപ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് അതിന്റെ ഫാക്ട് മനസ്സിലാവാനുള്ള ഒരു അവസരം. ഈ ഒരു വീഡിയോ നമ്മളിപ്പോ ഈ വീഡിയോ ആരെങ്കിലും കാണണമെന്ന് വിചാരിക്കുക. അപ്പോൾ LGBT അനുകൂലിക്കുന്ന ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എഴുതി വെച്ചോളൂ. അതിന് ഈ പറഞ്ഞ ഏതെങ്കിലും പോയിന്റുകൾ അഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ശരിയാണ്, ഇന്ന കാര്യങ്ങൾ തെറ്റാണ്, ഇന്നതിനോട് വിയോജിപ്പിന് ഇതല്ല ഉണ്ടാവുക. കുറെ ഫോബിയ പറഞ്ഞു, കുറെ ആളുകളെ അപരവൽക്കരിച്ചു, മനുഷ്യന്മാരല്ലാതാക്കി. ഇതിപ്പോ നിരന്തരമായി കണ്ടു. ഇപ്പൊ കഴിഞ്ഞ ദിവസം PK ഫിറോസ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ആ സ്റ്റേറ്റ്മെന്റ് കേട്ട ആൾക്കും മനസ്സിലാവും അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ഒരു ആശയമാണ് പറഞ്ഞത്. പക്ഷെ ആ ആശയത്തെ അഡ്രസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുന്നത്, പിന്നെ ട്രാൻസ്ജെൻഡറുകളെ പരിഹസിച്ചുകൊണ്ട് PK ഫിറോസ്. അതാണ് ആ ചാനൽ കൊടുത്ത ഹെഡിങ് തന്നെ. എന്ത് പരിഹാസമുള്ളത്? ഒന്നുമില്ല. അവിടെ ക്യൂർ നോർമേറ്റിവിറ്റിയെ പറ്റിയും അതേപോലെ ഹെട്രോ നോർമേറ്റിവിറ്റിയെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, ജെൻഡർ ഇക്വാളിറ്റിയെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ ഒരു പരിഹാസവും ഇല്ല. അപ്പോൾ ഈ ഒരു ചാപ്പയടി, ഞാൻ പറയുന്നത് എത്ര ഉള്ളൂ, ചാപ്പയടികൾ നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്ന മഹാപൊട്ടത്തെട്ടായിക്കോട്ടെ, ആ പൊട്ടത്തെറ്റ് അഡ്രസ് ചെയ്യൂ. ഞങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് സമൂഹത്തോട് പറയൂ. ഞങ്ങൾ പറയുന്നതിൽ എന്തൊക്കെയാണ് തെറ്റുകളെന്ന് ആളുകളോട് വിശദീകരിച്ചു കൊടുക്കൂ. ഞങ്ങൾ നേരിട്ട് സംവദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ വഴികൾ ഉപയോഗിച്ച് അത് ചെയ്യൂ. ആശയത്തെ ആശയപരമായി നേരിടൂ. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അതല്ലാതെ അതിന് ഇവർ അങ്ങനെയാണ്, ഫോബിയാണ്, അങ്ങനെയാണെന്ന് പറഞ്ഞത് കൊണ്ട് ഇതിനുള്ള ഉത്തരമാവില്ല എന്നുള്ളതാണ്. ഈ സംവാദങ്ങളിൽ ശരിക്കും കുറെയൊക്കെ കോർഡിനേറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് മുടങ്ങിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് ഒരുപാട്. താങ്കൾ പറഞ്ഞിട്ടുണ്ട്, എന്താ ശരിക്കും അവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും? എന്താണ് ശരിക്കുള്ള സംഭവം? യെസ്, ഇപ്പൊ ഒന്ന് ഈ ഒരു സംവാദം നടന്നത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ്. ആ സംവാദം നടന്നതോടുകൂടി തന്നെ ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ സംവാദങ്ങളുമായി മുന്നോട്ട് പോയാൽ പ്രശ്നമാണ് എന്ന് ഈ LGBT ആക്ടിവിസ്റ്റുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ നടന്ന സംവാദങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തടയലുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അതിൽപ്പെട്ടതാണ് പിന്നെ തിരുവനന്തപുരത്ത് വെള്ളയാനി അഗ്രികൾച്ചറൽ കോളേജിൽ അവിടെയുള്ള പിന്നെ സ്റ്റുഡൻസ് തന്നെ എന്ത് ചെയ്തു, ഈ വിഷയത്തിൽ എല്ലായിടത്തും ഇങ്ങനെ ചർച്ച നടക്കണ്ടല്ലോ, ആ ചർച്ചകളുടെ തുടർച്ചയായി അവിടെയുള്ള സ്റ്റുഡൻസ് എന്നാൽ ശരി രണ്ടു ഭാഗവും വരട്ടെ, സംവദിക്കട്ടെ എന്ന് തീരുമാനിച്ചു. സംവാദം ഫിക്സ് ചെയ്യുന്നു. സംവാദത്തിൽ ഫിക്സ് ചെയ്ത് ഞങ്ങളെയാണ് അവർ ഈ ഒരു ഭാഗത്ത് എതിർത്ത് സംസാരിക്കാൻ വിളിച്ചത്. ഞാനാണ് പോകാന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ എത്താന്ന് പറഞ്ഞു. ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു. അവർ മറുഭാഗത്ത് വിളിച്ചത് റിയാസ് സലീം എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ റിയാസ് സലീം വിളിച്ചു. അദ്ദേഹത്തിന്റെ ഡേറ്റ് കൺഫേം ചെയ്തു. എല്ലാ കാര്യങ്ങളും അവിടേക്കുള്ള നിങ്ങൾ തമ്മിൽ സംസാരിച്ചു? ഇല്ല, ഞങ്ങൾ സംഘാടകര് അദ്ദേഹത്തെ വിളിച്ചു, എന്നെ വിളിച്ചു, ഡേറ്റ് ഫിക്സ് ചെയ്തു, എല്ലാം റെഡിയാക്കി അതിന്റെ പോസ്റ്റർ ഇറക്കി. അപ്പോൾ പോസ്റ്റർ ഇറക്കി എനിക്ക് സംഘാടകരെ അയച്ചു തന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, പോസ്റ്റർ ഇപ്പം തന്നെ ഔട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു കേട്ടോ, സംഘാടകരുടെ തീരുമാനമാണത്. ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞു. കാരണം ഇങ്ങനെ ഒരു സംവാദം നടക്കുന്നു എന്നറിഞ്ഞാൽ ഈ ആളുകൾ, ഈ ജെൻഡർ പൊളിറ്റിക്സിന്റെ ആളുകൾ അത് തടയും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അവർ സംഘാടകർക്ക് സ്വാഭാവികമായിട്ട് ഒരു കോളേജിലെ ഇവന്റ് അവർക്ക് പബ്ലിസൈസ് ചെയ്യണം, ഒക്കെ ചെയ്യേണ്ടി വരും. അവരത് പുറത്തിറക്കി കുറച്ച് കഴിയുമ്പോഴേക്ക് പിന്നെ വരുന്നത് നമ്മൾ ആരും വിചാരിക്കുക പോലും ചെയ്യാത്ത രൂപത്തിലുള്ള ഇടപെടലുകളാണ്. ഈവൻ മിനിസ്ട്രി തലത്തിൽ നടക്കം എന്ത് ചെയ്യാണ്, ഇടപെടൽ വരുന്നു. ഡീനിനെ വിളിക്കുന്നു, കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ല, അങ്ങനെ ഒരു സംവാദം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ സംവാദം തടയപ്പെടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താ ഇപ്പോൾ
ഞാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ അവിടെ പോയിട്ട് LGBT എതിരായിട്ട് സംസാരിക്കുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിലും ഒക്കെ തടയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതങ്ങനെ ഏകപക്ഷീയമായി ഒരു LGBT എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ആക്ടിവിസത്തെ എതിർത്തുകൊണ്ട് ഒരു പരിപാടി വേണ്ടാന്ന്. ഇത് ഇവിടെ ഏകപക്ഷീയമായി പരിപാടി വേണമെങ്കിൽ പറയാം. ഇത് 2 ഭാഗങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സംവാദമായിരുന്നു. ആ സംവാദത്തിന് 2 സംവാദകരും തയ്യാറായിരുന്നു. പക്ഷേ പിന്നെ അവസാനം മിനിസ്ട്രി തലങ്ങളിലടക്കം ഇവർ ബന്ധപ്പെട്ട് അതിനെ തടയുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. എന്നിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി, പക്ഷേ ആ സംവാദം നടക്കാതെ തിരിച്ചു പോരുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരു ചർച്ചയെ നടക്കാൻ പാടില്ല, ഇതിൻ്റെ എതിർഭാഗങ്ങൾ ആരും കേൾക്കാനേ പാടില്ല എന്നുള്ളത് ഇവർക്ക് വലിയ നിർബന്ധമാണ്. അതേപോലെ തന്നെയാണ് ഈ 24 ന്യൂസിന്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. അവിടെയും ഇത് ഒരു താങ്കളാണെങ്കിൽ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നുവെച്ചാല് 24ന്റെ ജനകീയ കോടതി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ ആ പ്രോഗ്രാമിലേക്ക് സ്വാഭാവികമായിട്ടും ശീതൽ ശ്യാമിനെ തന്നെയായിരുന്നു അവര് LGBT ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വിളിച്ചത്. അതിന് ഒരു മറുവാദം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അതിനെ എതിർക്കുക എന്നുള്ള രൂപത്തിൽ എന്നെയും വിളിച്ചു. വളരെ നേരത്തെ തന്നെ വിളിച്ചു. ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു. ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എറണാകുളത്തെത്തി ഏകദേശം അങ്കമാലി കഴിഞ്ഞപ്പോൾ എനിക്ക് കോൾ വരികയാണ്, എന്ത് താങ്കളാണെങ്കിൽ അബ്ദുള്ള ബാസിലാണെങ്കിൽ അങ്ങനെ ഒരു സംസാരത്തിന് ഇരിക്കുന്നില്ല എന്ന് ശീതൽ ശ്യാം അറിയിച്ചിട്ടുണ്ട്. അതായത് 24ന്റെ ജനകീയ കോടതിയിൽ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതായത് എതിർവാദങ്ങൾ കൃത്യമായി പറയുക, അല്ലെ ഇവർ പൊതുവെ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്ത ആളുകളൊക്കെ വെച്ചിട്ട് വളരെ മോശമായ രൂപത്തിലുള്ള പദപ്രയോഗങ്ങളൊക്കെ വരുത്തുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് ഈ LGBT എതിർക്കുന്ന ആളുകൾ എന്ന് വരുത്തി തീർക്കാൻ മാത്രമാണ് ഇവർക്ക് പറ്റുക. അല്ലാതെ വസ്തുനിഷ്ഠമായി ഇതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഈ പൊളിറ്റിക്സിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് ശാസ്ത്രവിരുദ്ധമാണ്, ഇത് സാമൂഹ്യ വിരുദ്ധമാണ്, ഇത് അപ്ലൈ ചെയ്താൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് കൃത്യമായി പറയുന്ന ആളുകളുടെ കൂടെ ഇരിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങൾക്ക് പറ്റൂല, ഞാൻ അങ്ങനെ ഒരു ഫ്ലോറിൽ ഇരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എല്ലാ നിലക്കും അത്തരത്തിലുള്ള സംവാദങ്ങൾക്ക് ശ്രമിച്ചിട്ടുള്ള ചാനലുകളാകട്ടെ കോളേജുകളാകട്ടെ, പല കോളേജുകളും ഞങ്ങളൊക്കെ ബന്ധപ്പെടാറുണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ പറയാറുണ്ട്, ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാൻ വരട്ടെ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, മറുഭാഗത്ത് വിളിക്കുക, അതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തതിനു ശേഷം ഞങ്ങൾ എപ്പോഴും റെഡിയാണെന്നുള്ളതാണ് ഞങ്ങളതിൽ പറയാറുള്ളത്. ഇപ്പോൾ ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ്, കേരളത്തിലെ സിലബസ് എടുത്താൽ 9ാം ക്ലാസ്സിൽ ഇതിനെപ്പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച ശീതൽ ശ്യാം അതിലൊരു മെമ്പറാണ്, ഒരു കരിക്കുലം കമ്മിറ്റി അംഗമാണ്. അപ്പോൾ ഈ പൊളിറ്റിക്സുകൾ ശരിക്കും അവരുടെ ഭാഗത്തും ന്യായം ഉണ്ടല്ലോ. അതായത് IMA അംഗീകരിച്ച, WHO അംഗീകരിച്ച ഒരു കാര്യത്തെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതില്ലേ? അതവിടെ നമ്മൾ പറഞ്ഞത് വളരെ സിസ്റ്റമാറ്റിക് ആയി ഒരു ഫാസിസം പോലെ ഒരു ആശയം മാത്രം അടിച്ചേൽപ്പിക്കുക. ഇതേ ചോദ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചരിത്രത്തിന്റെ കാവ്യവൽക്കരണത്തെ കുറിച്ച് പറയാലോ. കാരണം ഇന്ത്യ ഭരിക്കുന്നത് പിന്നെ ഇത്തരത്തിലുള്ള ആളുകളാണ്. അവർക്ക് വേണ്ട ഒരു ഹിസ്റ്ററി നറേറ്റീവ് ഉണ്ടാക്കി അത് എന്ത് ചെയ്യാണ്, പഠിപ്പിക്കുകയാണ്. ഇതേ കാര്യം തന്നെയാണ് എന്ത് ചെയ്യുന്നത് മറുഭാഗത്ത് കൂടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് കരിക്കുലം കമ്മിറ്റിയിലുള്ളത്, അവരെ മാത്രം ഏകപക്ഷീയമായി ഇൻക്ലൂഡ് ചെയ്യുകയും അത് ടെക്സ്റ്റ് ബുക്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക. എന്നിട്ട് ഇതിൽ യഥാർത്ഥത്തിൽ ഈ ജെൻഡർ ന്യൂട്രാലിറ്റിയും ഇത്തരത്തിലുള്ള LGBT പൊളിറ്റിക്സും ഒക്കെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ കേരളത്തിലെമ്പാടും അതിനെതിരായിട്ട് എതിർസ്വരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ കരിക്കുലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ പല സ്കൂളുകളിലും PTA മീറ്റിങ്ങുകളിലും നടന്നിട്ടുള്ളത്. ആ PTA മീറ്റിങ്ങുകളിലൊക്കെ വളരെ വ്യക്തമായി ഇതിൻ്റെ ശാസ്ത്രീയമായും സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ പല ആളുകളും ഉന്നയിച്ചിട്ടുണ്ട്. ആ ഉന്നയിച്ച കാര്യങ്ങൾ ഒന്നും പരിഗണിക്കാതെ ഇവരെന്ത് ചെയ്യാണ്, ഇത്തരത്തിലുള്ള അതേ കാര്യം ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാഠഭാഗമായിട്ട് തന്നെ 9ാം ക്ലാസ്സിലുള്ള സാമൂഹ്യ ശാസ്ത്രത്തിലുള്ള ഒരു പാഠഭാഗമായിട്ട് തന്നെ അത് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ എന്ത് ജനാധിപത്യം, പിന്നെ എന്തിനായിരുന്നു ചർച്ച നടത്തിയത്? ഇപ്പൊ സർക്കാരിനോട് നമുക്ക് ചോദിക്കാനുള്ളതാണ്, ഓക്കെ നിങ്ങൾക്ക് ഏകപക്ഷീയമായി ഒരു ആശയം അടിച്ചേൽപ്പിക്കലാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ചർച്ച നടത്തിയത്? ആളുകളെ പറ്റിക്കാനായിരുന്നു. അപ്പോൾ ഈ നിലക്ക് എതിർസ്വരങ്ങളൊന്നും അംഗീകരിക്കാതെ ഇവരുടെ ആശയം മാത്രം കൊണ്ടുവരിക, അത് ഈ പറഞ്ഞ രൂപത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ അപകടം. അപ്പോൾ കുട്ടി ഇപ്പം ഇതേതെങ്കിലും യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർവ്യൂവിലോ ആരെങ്കിലും പറയുന്നത് പോലെയല്ല, കുട്ടി സ്വന്തം ടീച്ചറുടെ വായിൽ നിന്ന് കേൾക്കുകയാണെന്ത്, ഈ പറഞ്ഞ ജെൻഡർ എന്ന് പറഞ്ഞാൽ അത് സാമൂഹ്യ നിർമ്മിതിയാണ്, അത് ആർജിതമാണെന്നാണ് ഇപ്രാവശ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ആർജിത പദവിയാണ് ജെൻഡർ. ഈ ആർജിത പദവി എന്ന് പറഞ്ഞാൽ നമ്മൾ നേടിയെടുക്കുന്ന പദവി. എന്നിട്ട് അതിൻ്റെ ഉദാഹരണം പറയുന്നത് ജോലി അല്ലെങ്കിൽ അതിൻ്റെ സ്കില്ലൊക്കെ നമ്മൾ ആർജിച്ചെടുക്കുന്നത് പോലെയാണ് ജെൻഡർ ആർജിച്ചെടുക്കുന്നത്. ഇത് കുട്ടി 9ാം ക്ലാസ്സിലെ കുട്ടി ടീച്ചറുടെ വായിൽ നിന്ന് കേട്ടാൽ ആ കുട്ടി എന്താ മനസ്സിലാക്കുക, ആണ് പെണ്ണ് എന്നുള്ള ഐഡന്റിറ്റി ഒക്കെ ആർജിതമായി നമ്മൾ ആർജിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരാൺ ശരീരത്തിലുള്ള കുട്ടിക്ക് പെണ്ണായിട്ട് ആർജിച്ചെടുക്കാൻ തോന്നിയാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാക്കുക, കുട്ടികളിൽ അത്തരത്തിലുള്ള ആശയങ്ങൾ അതിനെക്കുറിച്ചാണ് ഡോക്ടർ ലിസാറ്റ് മാൻ പറഞ്ഞത് റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ. ഇത്തരത്തിലുള്ള ആശയങ്ങൾ എത്തുകയും പെട്ടെന്ന് അവർക്ക് ചേഞ്ച് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സൊസൈറ്റിയുടെ തകർച്ചയിലേക്കാണ് പോവുക എന്നുള്ളത് നിരന്തരമായി നമ്മൾ പറയുന്നു, ഇപ്പോഴും അത് ആവർത്തിക്കുക.
ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ചർച്ച രാഹുൽ ഈശ്വറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രാഹുൽ ഈശ്വർ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്നൊരു വാദവുമായി മുമ്പോട്ട് വരുന്നു. ചാനൽ ചർച്ചകൾ കൊടുമ്പിരി കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു മുഖ്യധാരാ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ അതിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വന്നൊരു കാര്യമായിരുന്നു പുരുഷ കമ്മീഷൻ വേണോ എന്നൊരു ചോദ്യവും കുറെ ആളുകൾ അതിനെ ചർച്ച ചെയ്യുകയും ചെയ്യാണ്. ശരിക്കും പുരുഷൻ എവിടെയെങ്കിലുമൊക്കെ പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ മാനസികമായൊക്കെ പീഡിപ്പിക്കപ്പെടുന്നു, കുറ്റാരോപിതനാകുന്നു എന്ന കൺസെപ്റ്റാണ് രാഹുൽ ഈശ്വർ പങ്കുവെക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ജനാധിപത്യ വിശ്വാസിയായ ഒരാൾ ശരിക്കും അത് ഓക്കെ നല്ലൊരു കാര്യമല്ലേ എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്തത് ശരിക്കും അത് ആവശ്യമാണോ അല്ലെങ്കിൽ അല്ല എന്ന് പറയാൻ 100 ആളുകളും ആണെന്ന് പറയാൻ ഒരു രാഹുൽ ഈശ്വറും എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. എന്താ തോന്നുന്നത് അങ്ങനെ ഒരു ആശയം? അതാണ് ഇതിന്റെ ഒരു പ്രശ്നം വെച്ചാല് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുന്നത്, എന്തിന് നമ്മൾ ഇതിൽ കുറച്ച് തലങ്ങളുണ്ട്. എന്തുകൊണ്ട് വനിതാ കമ്മീഷൻ ഉണ്ടായി, അതിന്റെ കാരണമുണ്ട്, ചരിത്രപരമായി ഇതിന് കാരണമുണ്ട്. പുരുഷ കമ്മീഷൻ ഇല്ലാതെ വനിതാ കമ്മീഷൻ ഉണ്ടാവാൻ കാരണം ചരിത്രപരമായി സ്ത്രീകളെ പല ഇടങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്, അത് തഴഞ്ഞിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ കുറച്ച് എലൈറ്റുകളെ മാത്രം നോക്കിയാൽ പോരല്ലോ, താഴേക്കടയിൽ സമൂഹത്തിന്റെ താഴേക്കടയിലേക്ക് നോക്കുമ്പോൾ സ്ത്രീകൾ വലിയ രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്, ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയും അവരൊക്കെ രക്ഷിക്കാൻ വേണ്ടിയും ഒരു നല്ല രൂപത്തിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു വനിതാ കമ്മീഷൻ നിർബന്ധമാണ്. അതുകൊണ്ടാണ് അതങ്ങനെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു ചർച്ചക്കുള്ള ഒരു നിലമൊരുങ്ങുന്നത് എങ്ങനെയാണ്? ഇത് എന്തൊരു കാര്യത്തിന്റെ എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ റിയാക്ഷണറി മൂവ്മെന്റുകൾ ഉണ്ടാവും. ഇത് ഒരു ടോക്സിക് ആയിട്ടുള്ള ടോക്സിക് ഫെമിനിസത്തിലേക്ക് പോകാൻ എന്നുവെച്ചാൽ ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷ വിരുദ്ധതയാണ് എന്ന രൂപത്തിലേക്ക് പോവുകയും നിയമങ്ങളെ അടക്കം ആ നിലക്ക് മിസ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇന്ത്യൻ നിയമപ്രകാരം ഒരു പീഡനം അനുഭവിച്ചു എന്നൊരു സ്ത്രീ പറഞ്ഞാൽ ആ മൊഴി മതി എന്ത് ഒരാൾക്കെതിരെ കേസെടുക്കാം. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി? സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും അത് അവിടെ കൂടുതൽ ഫോർമാലിറ്റീസും ഇടങ്ങാറാക്കാതെ സ്ത്രീക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, അങ്ങനെ സംഭവിച്ചാൽ പെട്ടെന്ന് അതിന് നീതി കിട്ടണം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അതിനെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങാൻ, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്കെതിരെ അങ്ങനെ പീഡന പരാതികൾ കൊടുക്കുക, അതുപോലെ തന്നെ അലിമണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുരുഷന്മാരെ ഉപദ്രവിക്കുന്ന രൂപത്തിലേക്ക് അങ്ങനെ പോവുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പം ഈ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ പുരുഷ വിരുദ്ധമായി ഈ പറഞ്ഞ ടോക്സിക് ഫെമിനിസം ഉപയോഗിക്കുകയും ഏത് പറയുന്നത് വെച്ചാൽ ഇപ്പൊ ക്ലബ് ഹൗസിന്റെ കാലഘട്ടത്തിലൊക്കെ കേട്ടൊരു വളരെ രസകരം എന്ന് പറയാൻ പറ്റില്ല, പിന്നെ പരിതാപകരമായ ഒരു വാചകം എന്താണെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ ഈ പറഞ്ഞ ഫെമിനിസത്തെ എതിർക്കുന്ന ആളുകളൊക്കെ നന്നായി സൂക്ഷിച്ചു നിന്നോ, ഞങ്ങൾക്കതിന് ജസ്റ്റ് ഒരു മൊഴി മതി എന്നുള്ളതാണ്. ഇങ്ങനെ പറയുന്ന അവസ്ഥയിലേക്ക് പോവാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ഏതൊരു സൊസൈറ്റിയിലും ഒന്നിന്റെ എക്സ്ട്രീമിലേക്ക് പോകുമ്പോൾ അതിന്റെ റിയാക്ഷണറി ഉണ്ടാവും. ടോക്സിക് ഫെമിനിസം ടോക്സിക് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോഴത്തെ മെനിനിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടായി വരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ട് പുരുഷന്മാർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള സ്ട്രെസ്സുകൾ കൊണ്ടും ആത്മഹത്യയുടെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ പുരുഷന്മാർ കൂടുതലുണ്ട്. അത് മുൻപേ ഉണ്ട്, പക്ഷെ അത് വലിയ രൂപത്തിൽ എസ്കലേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്കാണ് ഈ ടോക്സിക് ഫെമിനിസത്തിന് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ മെൻസ് റൈറ്റ്സ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ആ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഭാരവാഹികളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ രാഹുൽ ഈശ്വറിനെ കുറിച്ചല്ല പറയുന്നത്, മറ്റുള്ളവരൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അതിൽ പക്ഷെ പൊതുവിൽ ഈ ആശയം അല്ലെങ്കിൽ അതിന്റെ ഒരു റിയാക്ഷണറി മൂവ്മെന്റ് എന്നുള്ള നിലക്ക് സ്വാഭാവികമായിട്ടാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അതിനെ പിന്നെ ഒരു ചോദ്യം ചെയ്യാൻ പറ്റുന്നത്, ചർച്ചയ്ക്ക് വിഷയമാണ് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ ഫേക്ക് ഫെമിനിസം അല്ലെങ്കിൽ ഈ പറയുന്ന ടോക്സിക് ഫെമിനിസത്തെ പറ്റി പറയുമ്പോൾ KR മീരയുടെ വിവാദപരമായ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ശരിക്കും അവരെയൊക്കെ നമ്മൾ മുമ്പേ കണ്ടിരുന്നത് സ്ത്രീകൾക്ക് വേണ്ടി എഴുതുന്നത്, അവരുടെ എഴുത്തുകളിലൊക്കെ ഒരു സ്ത്രീ ചായ്വ് ഉണ്ടപ്പോഴും അവർ സ്ത്രീകൾ എത്രത്തോളം ബഹുമാനിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇവർക്ക് ഇത് തലയിൽ കയറിയിട്ടാണോ എന്നറിയില്ല, സ്ത്രീ എന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, ഒരു സ്ത്രീ പക്ഷവാദം, അത് എന്ത് ചെയ്താലും സ്ത്രീ പക്ഷവാദമാകുന്ന ഒരു നിലയിലേക്ക് ഇവരെ ഈ പറയുന്ന ടോക്സിക് ഫെമിനിസം കൊണ്ടെത്തിച്ചു. അതെ, അതിന്റെ ഏറ്റവും നല്ല ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് KR മീര. കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ പോയി ശരിയാണ്, പലതരത്തിലുള്ള പുരുഷന്മാര് സ്ത്രീകളെ പ്രയാസപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒരു ജന്മനാ ഉള്ള ഒരു ട്രെയിറ്റ് പോലെയാണ് ഇവര്. എന്നുവെച്ചാൽ നമ്മള് ക്രിസ്ത്യാനിറ്റിയിലൊക്കെ പറയാം ആദിപാപം എന്നൊക്കെ വെച്ചാല് എല്ലാവരും ഒരു പാപത്തോടു കൂടിയാണ് ജനിക്കുന്നത് എന്ന് പറയുന്നത്. അതേപോലെ പുരുഷന്മാർ മൊത്തത്തിൽ പാപികളാണ്. അവര് ബൈ ഡിഫോൾട്ട് അവരെന്താണ് ഒരു പാപത്തിന്റെ പൊസിഷനിലാണുള്ളത്, അവര് മോശക്കാരാണ്. അതുകൊണ്ട് അവരെ എന്ത് ചെയ്താലും പ്രശ്നമില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ അതുകൊണ്ടാണ് ഈ കഷായം കൊടുക്കുന്നത് ഒരു തമാശയായിട്ട്. എങ്ങനെയാണ് ആ ഒരു കേസ്, ഇപ്പൊ ഷാരോൺ എന്ന് പറയുന്ന ഗ്രീഷ്മ ആ ഒരു കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു എന്താ പറയാ മനുഷ്യത്വമുള്ള ഒരാൾക്ക് അതിനെ തമാശയാക്കാൻ പറ്റുക? ഇഷ്ടപ്പെടുന്ന ഒരാളെ പിന്നെ അത്രയും വലിയ രൂപത്തിൽ വഞ്ചിക്കുകയും അയാൾ പെടഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുമ്പോൾ പോലും തിരിഞ്ഞ് ചിന്തിക്കാത്ത അത്രയും വേസ്റ്റ് കേസ്. സാധാരണ എന്തെങ്കിലും ചെറിയ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കേസാണെങ്കിൽ നമുക്കത് പിന്നെയും എന്തെങ്കിലും എക്സ്ക്യൂസുകൾ കൊടുക്കാം.
ഈ വിഷയത്തിൽ പറയാൻ പറ്റുന്ന ഏറ്റവും വേസ്റ്റ് കേസ്, അതുകൊണ്ട് കോടതി പോലും വധശിക്ഷക്ക് കൊടുത്ത അത്രയും വേസ്റ്റ് കേസ്, ആ വിഷയത്തെയാണ് ഒരു പരിഹാസമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതെങ്ങനെയാണത്? അതിന് കയ്യടികൾ ഉയരുകയാണ്. അതാണ് അവരത് പറഞ്ഞു എന്നുള്ളത് ആ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതല്ല. ഒരു സൊസൈറ്റി അതിന് ആ രൂപത്തിൽ കണ്ടീഷൻ ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ കഷായം തന്ന് ഈ മരണപ്പെട്ട ഷാരോണിന്റെ ഗതി പുരുഷന്മാരെ നിങ്ങൾക്ക് ഉണ്ടാവട്ടോ എന്നൊരു തമാശ പറയുമ്പോൾ അതിന് കയ്യടിക്കുന്ന രൂപത്തിലേക്ക് പ്രബുദ്ധരായ ആൾക്കാരാണല്ലോ ആ സദസ്സിൽ വരിക, LF-ന്റെ സദസ്സിൽ. അവിടുന്ന് കയ്യടി ഉയരുക എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചധികം പിടിവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന എപ്പോഴും ഇങ്ങനെ പരസ്പര കലഹിച്ച് നിൽക്കുന്ന രണ്ട് എൻറ്റിറ്റികളാണ് എന്ന ഒരു പാട്രിയാർക്കി എന്ന് പറയുന്നത്. പാട്രിയാർക്കിയുടെ പല വകഭേദങ്ങൾ പല സ്ഥലത്തുണ്ട്. പക്ഷെ പാട്രിയാർക്കി എന്ന് പറയുന്നത് ഡിഫോൾട്ടാണ്. അത് ചരിത്രാതീത കാലം തൊട്ടേ പുരുഷനും സ്ത്രീ ഇങ്ങനെ കലഹിച്ച് നിൽക്കുന്ന രണ്ട് എൻറ്റിറ്റികളാണ് എന്ന ഒരു ഫെമിനിസത്തിന്റെ തന്നെ ഒരു അടിസ്ഥാനത്തിൽ നിന്നാണ് ഈ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇതുപോലെ ഈ കമ്മ്യൂണിസം ഇപ്പോൾ പറയും മുതലാളിത്തം തൊഴിലാളികൾ അത് അങ്ങനെ എപ്പോഴും കലഹിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ, അവർ ഒരു രമ്യത പറ്റൂല. അതേപോലെയാണ് പുരുഷനും സ്ത്രീ എപ്പോഴും കലഹിക്കേണ്ടത്. അങ്ങനെയല്ല, നമ്മൾ പറയുന്നത് പുരുഷനും സ്ത്രീയും സമൂഹത്തിന്റെ ഭാഗങ്ങളാണ്, രണ്ട് പകുതികളാണ്. അവർ പരസ്പര സഹകരണത്തോടെയാണ് പോകേണ്ടത്. എവിടെയെങ്കിലും സ്ത്രീ പുരുഷനെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം, സ്ത്രീ പുരുഷൻ സ്ത്രീയെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം. പക്ഷേ ഇത് എപ്പോഴും ഇങ്ങനെ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളായിട്ട് മാത്രം മനസ്സിലാക്കുന്നിടത്താണ് ഫെമിനിസത്തിന് പറ്റിയ പ്രശ്നം. അതാണ് ഈ ടോക്സിക് ഫെമിനിസത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. അവർ വളരെ ആത്മാർത്ഥമായി ഫെമിനിസത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. പക്ഷെ അതിന്റെ അപകടം ആളുകൾക്ക് മനസ്സിലാവണം എന്നുള്ളതാണ്. അതെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. കുറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഫൈനലി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എല്ലാം കേൾക്കട്ടെ, അവർക്ക് അവരുടെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ലെവലിലേക്ക് മാറട്ടെ. അത് മാത്രമാണ് നമുക്ക് ഫൈനലി പറയാനുള്ളത്. എന്തായാലും താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.